അമേരിക്കയെ വിറപ്പിക്കുന്ന ആണവക്കരുത്ത്, ലോക എണ്ണ വിപണിയെ നിയന്ത്രിക്കുന്ന തന്ത്രങ്ങൾ. ഇന്ന് വാർത്തകളിൽ നമ്മൾ കാണുന്ന ഇറാൻ ഇതൊക്കെയാണ്. പക്ഷേ 2500 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പകുതിയിലധികം ഭാഗവും അടക്കി വാണിരുന്ന ഒരു ഭീമൻ സാമ്രാജ്യമായിരുന്നു ഈ രാജ്യമെന്ന് നിങ്ങൾക്കറിയാമോ? ഗ്രീസിനെ വിറപ്പിച്ച പേർഷ്യൻ പോരാളികളുടെ നാട്. എങ്ങനെയാണ് ആ പഴയ പേർഷ്യ ഇന്നത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനായി മാറിയത്? ലോകം മുഴുവൻ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഇറാൻ ഇന്നും തളരാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് നോക്കാം, ഇറാൻ എങ്ങനെ ഇറാനായി. ചരിത്രം തുടങ്ങുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്നാണ്. സൈറസ് ദി ഗ്രേറ്റ് എന്ന ചക്രവർത്തിയാണ് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ പവറായി പേർഷ്യയെ മാറ്റിയത്. ഇന്ത്യയുടെ അതിർത്തി മുതൽ ഈജിപ്ത് വരെ നീണ്ടുകിടന്ന ആ സാമ്രാജ്യം അക്കാലത്തെ ഏറ്റവും വലിയ ഭരണകൂടമായിരുന്നു. റോഡുകളും പോസ്റ്റൽ സംവിധാനവും മനുഷ്യാവകാശ നിയമങ്ങളും ലോകത്തിന് ആദ്യം പരിചയപ്പെടുത്തിയത് ഇവരായിരുന്നു. പക്ഷേ കാലക്രമേണ അലക്സാണ്ടർ ചക്രവർത്തിയുടെയും പിന്നീട് അറബ് വംശജരുടെയും ആക്രമണങ്ങൾ പേർഷ്യയുടെ മുഖച്ഛായ തന്നെ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇറാൻ ഭരിച്ചിരുന്നത് ഷാ രാജാക്കന്മാരായിരുന്നു. 1935 മുതലാണ് പേർഷ്യ എന്ന പേര് ഔദ്യോഗികമായി ഇറാൻ എന്ന് മാറ്റുന്നത്. 1950-കളിൽ ഇറാനിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തിയതോടെ ലോകശക്തികളുടെ കണ്ണ് ഇറാനുമേൽ പതിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളെ അനുകരിച്ചും അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയും ഇറാനെ ഒരു യൂറോപ്യൻ രാജ്യത്തെ പോലെ മാറ്റാനാണ് ഷാ ചക്രവർത്തി ശ്രമിച്ചത്. പക്ഷേ ജനങ്ങൾക്കിടയിലെ ദാരിദ്ര്യവും അഴിമതിയും ആ ഭരണത്തിനെതിരെ വികാരമുണ്ടാക്കി. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു 1979. ആത്മീയ നേതാവായ ആയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം ഷാ ഭരണത്തെ തകർത്തെറിഞ്ഞു. ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. അതോടെ അതുവരെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ഇറാൻ അവരുടെ ഏറ്റവും വലിയ ശത്രുവായി മാറി. ടെഹ്റാനിലെ അമേരിക്കൻ എംബസി വിപ്ലവകാരികൾ പിടിച്ചെടുത്തതോടെ ലോക രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങൾ തന്നെ മാറിമറിഞ്ഞു. വിപ്ലവത്തിനു പിന്നാലെ അയൽ രാജ്യമായ ഇറാഖുമായി 8 വർഷം നീണ്ട അതിദാരുണമായ യുദ്ധം. അതിനുശേഷം വന്നത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ. ഇറാന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ ലോകം മുഴുവൻ ശ്രമിച്ചിട്ടും അവർ പതറിയില്ല. ആണവ സാങ്കേതിക വിദ്യയിലും മിസൈൽ കരുത്തിലും അവർ സ്വയം പര്യാപ്തരായി. ഇന്ന് മിഡിൽ ഈസ്റ്റിലെ മിക്ക പ്രശ്നങ്ങളിലും ഇറാന്റെ തീരുമാനങ്ങൾ നിർണായകമാണ്. പേർഷ്യൻ പരവതാനികളുടെ ഭംഗിയും ലോകത്തെ ഞെട്ടിക്കുന്ന മിസൈൽ കരുത്തും ഒരുപോലെ സ്വന്തമായുള്ള രാജ്യം. ശത്രുക്കൾ വളഞ്ഞിട്ടും തലകുനിക്കാത്ത ആത്മവിശ്വാസം. സാമ്രാജ്യങ്ങളുടെ തകർച്ചയിൽ നിന്നും വിപ്ലവത്തിന്റെ കനലിൽ നിന്നും ഇറാൻ കെട്ടിപ്പടുത്തത് ഒരു പുതിയ ചരിത്രം തന്നെയാണ്. ഇനിയും അവസാനിക്കാത്ത ആ പേർഷ്യൻ പോരാട്ടം ലോകരാഷ്ട്രീയത്തെ എങ്ങനെയൊക്കെ മാറ്റുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.